എല്ലാവർക്കും സ്നേഹവന്ദനം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ, 1 മുതൽ 3 വരെയുള്ള തിരുവചനങ്ങളാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. ഇങ്ങനെ ആകാശവും ഭൂമിയും അവയിലുള്ള ചരാചരങ്ങളെയൊക്കെയും തികഞ്ഞു. താൻ ചെയ്ത പ്രവൃത്തിയൊക്കെയും ദൈവം തീർത്ത ശേഷം 7-ാം ദിവസം നിവൃത്തനായി. താൻ സൃഷ്ടിച്ചുണ്ടാക്കിയ സകല പ്രവൃത്തിയിൽ നിന്നും അന്ന് നിവൃത്തനായതുകൊണ്ട് ദൈവം 7-ാം ദിവസത്തെ അനുഗ്രഹിച്ച് വിശുദ്ധീകരിച്ചു. 6 ദിവസങ്ങൾ കൊണ്ട് ഈ പ്രപഞ്ച സൃഷ്ടി പൂർത്തിയാക്കിയ സർവശക്തനായ ദൈവം 7-ാം ദിവസം ആ പ്രവൃത്തിയിൽ നിന്ന് നിവൃത്തനായി. ഇംഗ്ലീഷ് ബൈബിൾ വായിക്കുന്നവർ ഗോഡ് റെസ്റ്റഡ് എന്നാണ്. അത് വായിക്കുന്നവർക്ക് ചില സംശയങ്ങളുണ്ടാകും. ദൈവത്തിന് മടുപ്പുണ്ടാകുമോ? ദൈവമാണെങ്കിൽ ദൈവത്തിന് മടുപ്പുണ്ടാകുമോ? ദൈവത്തിന് വിശ്രമം ആവശ്യമുണ്ടോ? എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ സാധാരണഗതിയിൽ ആളുകൾ ചോദിക്കാറുണ്ട്. അത് ഈ റെസ്റ്റ് എന്നുള്ളതിന് എബ്രായ ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഷബാത്ത് എന്ന ആ വാക്ക് അതിൻ്റെ അർത്ഥഭേദങ്ങളെക്കുറിച്ച് അറിയില്ലാത്തത് കൊണ്ടായിരിക്കാം. ആ വാക്കിന് വിരമിച്ചു, ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി നിർത്തി, വിശ്രമിച്ചു എന്നൊക്കെ അർത്ഥമുണ്ട്. ഇവിടെ മലയാളം പരിഭാഷയിൽ വളരെ നന്നായിട്ട് തന്നെയാണ് വിവർത്തനം ചെയ്തിരിക്കുന്നത്, നിവർത്തനായി എന്നുള്ളത്. ദൈവം അതുവരെ ചെയ്തുകൊണ്ടിരുന്ന സൃഷ്ടിയുടെ പ്രവൃത്തിയിൽ നിന്ന് ദൈവം നിവർത്തനായി. ദൈവം ആ പ്രവൃത്തി പൂർത്തിയാക്കിയ ശേഷം അതിൽ നിന്ന് വിരമിച്ചു എന്നാണ്. അതിൻ്റെ അർത്ഥം ദൈവം 7-ാം ദിവസം മടുത്ത് ക്ഷീണിച്ച് വിശ്രമിച്ചു എന്നല്ല എന്ന് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. ദൈവത്തെക്കുറിച്ച് നമ്മൾ വചനത്തിൽ വായിക്കുമ്പോൾ ഇസ്രായേലിൻ്റെ പരിപാലകൻ ഉറങ്ങുന്നുമില്ല, മയങ്ങുന്നുമില്ല. ദൈവം മനുഷ്യനെ പോലെയല്ല. ദൈവത്തിന് ക്ഷീണമോ മടുപ്പോ ഒന്നുമില്ല. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തൻ്റെ പിതാവിനെക്കുറിച്ച് പറയുന്നുണ്ട്. പിതാവ് ഇന്നും പ്രവർത്തിക്കുന്നു. എപ്പോഴും കർമ്മനിരതനായിരിക്കുന്ന പ്രവർത്തിക്കുന്നവനായ ഈ പ്രപഞ്ചത്തെയും തൻ്റെ സൃഷ്ടികളെയും കരങ്ങളിൽ വഹിക്കുന്ന, അവയെ പരിപാലിക്കുന്ന, അതിലെ ജീവജാലങ്ങളെ തീറ്റിപ്പോറ്റുന്ന, നമ്മുടെ പ്രാർത്ഥനകളെ കേൾക്കുന്ന അത്ര തിരക്കുള്ള വ്യക്തിയാണ് ദൈവം. ദൈവത്തിന് വിശ്രമിക്കുവാനായിട്ട് ആവശ്യമില്ല, ദൈവം വിശ്രമിക്കുന്നതും ഇല്ല. 6 ദിവസങ്ങൾ കൊണ്ട് ദൈവം സൃഷ്ടി പൂർത്തിയാക്കി. 7-ാം ദിവസം വിശ്രമ ദിവസമാക്കിയും കൂടി ദൈവം മനുഷ്യന് തന്നിരിക്കുന്നു. പഴയ നിയമപ്രകാരം, പഴയ ഉടമ്പടി പ്രകാരം, മോശയുടെ ന്യായപ്രമാണത്തിലൂടെ ദൈവം 7-ാം ദിവസത്തെ വിശ്രമ ദിവസമാക്കി അതിനെ നിർബന്ധമാക്കി വച്ചിരിക്കുകയാണ്. മനുഷ്യൻ്റെ ജീവിതത്തിൽ വിശ്രമം ആവശ്യമാണ്. നമ്മളൊക്കെ രാപ്പകലില്ലാതെ അധ്വാനിക്കുന്നവരാണ് പലരും. എന്നാൽ അത്രയൊന്നും അധ്വാനിക്കാനായിട്ട് ആവശ്യമില്ല. അല്ലെങ്കിൽ അതുപോലെയൊന്നും വിശ്രമമില്ലാതെ ഓടി ഓടി തളരേണ്ടവരല്ല നമ്മൾ. നമുക്ക് വിശ്രമം ആവശ്യമാണ്. നമ്മുടെ ശരീരത്തിന്, നമ്മുടെ മനസ്സിന് ഒക്കെ വിശ്രമം ആവശ്യമാണ് എന്നുകൂടി നമ്മൾ ഓർക്കണം. ദൈവം സൃഷ്ടിച്ച ഈ ശരീരത്തെ കേടുകൂടാതെ സൂക്ഷിക്കാനായിട്ടുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതിനൊരു മാതൃകയാണ് ദൈവം കാണിച്ചു തന്നിരിക്കുന്നത്. 6 ദിവസം മറ്റു വേലകൾ ചെയ്യാം, 7-ാം ദിവസം മനുഷ്യ നീ അല്പം റെസ്റ്റ് എടുക്കുക എന്ന് ദൈവം നമ്മളോട് പറയുകയാണ്. അതുമാത്രമല്ല, ഈ 7-ാം ദിവസത്തെ ദൈവത്തെ ഓർക്കുവാൻ, ദൈവവചനം ധ്യാനിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ ഒക്കെയായിട്ടുള്ള ദിവസമാക്കി ദൈവം അതിനെ വേർതിരിച്ചതായി നമുക്ക് പഴയ നിയമത്തിൽ കാണാനായിട്ട് സാധിക്കും. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ശനിയാഴ്ച ദിവസത്തെ ഒരു ശബത്തായിട്ട് അപ്പോസ്തലന്മാരോ കർത്താവോ ആരും പഠിപ്പിച്ചിട്ടില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. പുതിയ നിയമ വിശ്വാസികളെ സംബന്ധിച്ച്, ക്രൈസ്തവരെ സംബന്ധിച്ച് ഈ ശബത്ത് ഒരു നിയമമല്ല, ഒരു പ്രമാണമല്ല. എന്നാൽ ആഴ്ചയുടെ 1-ാം ദിവസം, കർത്താവ് ഉയർത്തെഴുന്നേറ്റ ദിവസത്തെ വിശുദ്ധമായിട്ട് ആചരിക്കുക എന്ന ഒരു പാരമ്പര്യം, അപ്പോസ്തോലികമായ ഒരു പാരമ്പര്യം, ഒരു രീതി നമുക്ക് പുതിയ നിയമത്തിലും കാണാനായിട്ട് സാധിക്കുന്നതാണ്. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വചനത്തിൽ അവിടെ പറഞ്ഞിരിക്കുന്നു, ആകയാൽ ദൈവത്തിൻ്റെ ജനത്തിന് ഒരു ശബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു. ദൈവം തൻ്റെ പ്രവൃത്തികളിൽ നിന്ന് എന്ന പോലെ അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചവൻ താനും തൻ്റെ പ്രവൃത്തികളിൽ നിന്ന് നിവർത്തനായി തീരുന്നു. ഇവിടെ ദൈവജനത്തിന്, ദൈവത്തിൽ വിശ്വസിക്കുന്ന, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ജനത്തെ സംബന്ധിച്ച് ഒരു വലിയ വിശ്രമം വരുന്നു എന്നുള്ള ഒരു സൂചന കൂടി ഈ ശബത്ത് അനുഭവത്തിലുണ്ട്. അതായത് നമ്മുടെ പ്രവൃത്തികൾ അവസാനിക്കുന്ന ഒരു ദിവസം, നിത്യതയിൽ ദൈവത്തോടൊപ്പം വിശ്രമിക്കുന്ന ഒരു അനുഭവം. അങ്ങനെയുള്ള ഒരു സമയത്തേക്ക് ദൈവത്തിൻ്റെ മക്കളെ കൂട്ടിക്കൊണ്ടുപോകും എന്ന്
വലിയൊരു പ്രത്യാശ തരികയാണ്. ഈ ഭൂമിയിലുള്ള നമ്മുടെ അധ്വാനവും നമ്മുടെ കഷ്ടപ്പാടും നമ്മുടെ ബുദ്ധിമുട്ടുകളും എല്ലാം അവസാനിച്ച് ഒരു ശബത്ത് അനുഭവത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുപോകും. അതിനാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് എന്ന് മനസ്സിലാക്കാം. നമ്മുടെ മഹാപുരോഹിതനായ ക്രിസ്തു നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നത് നമ്മുടെ പാപങ്ങളുടെ ഭാരം ഏറ്റെടുത്തുകൊണ്ടാണ്, ആ പാപഭാരം നീക്കിക്കൊണ്ടാണ്. ഈ രക്ഷകനായ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുന്ന ഏത് വ്യക്തികൾക്കും ഒരു ശബത്ത് അനുഭവം, ഒരു വിശ്രമത്തിൻ്റെ അനുഭവം ദൈവം ഒരുക്കിയിരിക്കുന്നു. ആ വിശ്രമാനുഭവത്തിലേക്ക് പ്രവേശിക്കുവാനും നമുക്ക് യേശു ക്രിസ്തുവിലൂടെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വചനധ്യാനം അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.